ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അനൂപ് മറുപടി പറയാതെയാണ് പോയത്. അതായത് കടലാസിൽ നടപടി പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ ഇയാളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കുക, അയാൾ പോകുന്നിടത്തെല്ലാം കോൺഗ്രസ് ആളുകളെ കൂട്ടുക, മുദ്രാവാക്യം വിളിക്കുക, അയാൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുക്കുക. കോൺഗ്രസിന് തന്നെ സുധാകരൻ ഉൾപ്പെടെയുള്ള ഏറ്റവും തലമുതിർന്ന കേരളത്തിലെ മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള UDF നിലവിലെ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല? യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം VD സതീശൻ ഉൾപ്പെടെ മറുപടി പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പെൺകുട്ടി കൊടുത്ത പരാതി, ആ പരാതിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണം എന്നാണോ നിങ്ങളിതിന് പറയുന്നത്? അല്ലാതെ ഈ ഇരക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇരയുടെ കൂടെ, ഈ അതിജീവിതയുടെ കൂടെ നിൽക്കും എന്ന നിലപാടാണോ നിങ്ങൾ ജനങ്ങളോട് പറയുക? അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി, വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടന്നു, അവരെ പേരിൽ നടപടി എടുത്തിട്ടില്ലല്ലോ. എന്നാൽ അവരെ പേരിൽ പരാതി ഉണ്ടായിരുന്നു, നടപടി എടുത്തിട്ടില്ല. എന്നാൽ ഈ രാഹുലിൻ്റെ പേരിൽ പരാതി ഇന്നലെ വരുന്നേ ഉള്ളൂ. പക്ഷേ ഇന്നലെ പരാതി വരുന്നതിന് മുന്നേ തന്നെ എന്തിനാണ് രാഹുലിൻ്റെ പേരിൽ നടപടിയെടുത്തത്? എന്നാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ നടപടി എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ VD സതീശൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ നിരവധി തെളിവുകൾ വന്നിട്ടുണ്ട്, നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതിയെല്ലാം പരിശോധിച്ച് നേതൃനിരയിൽപ്പെട്ട ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ നടപടി സ്വീകരിച്ചത് എന്ന് നേരത്തെ ഒരു ഭാഗത്ത് പറയാണ്. അപ്പോൾ ഇതെല്ലാം ഇരട്ടത്താപ്പാണ്. ഒരു ഭാഗത്ത് ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് പറയാം, മറുഭാഗത്ത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ്, അത് രാഹുലിനെ ഇല്ലാതാക്കാനാണ്, കോൺഗ്രസിൽ വളർന്നു വരുന്ന തലമുറയെ ഇല്ലാതാക്കാനാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിക്കുക. അപ്പോൾ കോൺഗ്രസിൻ്റെ കൃത്യമായ ഒരു നിലപാടറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം എന്ന പെർവട്ടൻ്റെ കൂടെയാണോ, ഈ അതിജീവിതയുടെ കൂടെയാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മറ്റൊരു കാര്യം, ഇതിപ്പോൾ ചില വിഷയവിദഗ്ധർ എന്നൊക്കെയുള്ള ലേബൽ ഒട്ടിച്ചിട്ട് UDF വേണ്ടിയിട്ട് ചില ആളുകൾ ഇവിടെ പറഞ്ഞല്ലോ, ചില നിരീക്ഷകരൊക്കെ ആയിട്ട് പല അഭിപ്രായങ്ങളും. അതൊക്കെ ഇവിടെ ലോകത്ത് എന്ത് സംഭവിക്കുമ്പോഴും അതെല്ലാം CPM കൂട്ടിച്ചേർത്ത് അങ്ങ് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക, യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ കൊണ്ടുപോവുക എന്നൊക്കെ പല ഘട്ടങ്ങളായി നമ്മൾ കാണുകയാണ്. ഇവിടെ ഈ രാഹുലിൻ്റെ പേരിൽ ഈ പരാതി മാത്രമാണ് ഉള്ളത്. ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ വേറൊരു പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം നിങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ. അതെന്തായി ആ കാര്യങ്ങൾ? ആ പെൺകുട്ടി എത്ര സങ്കടത്തോടു കൂടിയിട്ടാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം വിവരിച്ചത്? അത് ശരിയാണ്, ഒന്നും രണ്ടുമല്ല, നിരവധി പരാതികൾ വന്നിട്ടുണ്ട് സനോജ്. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകാതെ നേരെ മുഖ്യമന്ത്രിക്ക് നൽകുന്നത് എന്നതിലാണ് അതിൽ രാഷ്ട്രീയം എന്നാണ് ചോദിക്കുന്നത്. അല്ല, പോലീസിൽ പരാതി നൽകണോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകണോ, അതെല്ലാം അതിജീവിത ആ ഇരകൾ തീരുമാനിക്കുന്നതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണോ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്തത്? ഞങ്ങളെല്ലാം എത്ര പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ ഒരു ദിവസം മുഖ്യമന്ത്രി കിട്ടുന്ന പരാതിയുടെ എണ്ണം എത്രയാണ്? ആ പരാതിയെല്ലാം മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷിക്കില്ലല്ലോ. മുഖ്യമന്ത്രിയിൽ കിട്ടുന്ന പരാതി, മന്ത്രിമാർ കൊടുക്കുന്ന പരാതി, ഇതെല്ലാം നേരെ DGPക്ക് ഫോർവേഡ് ചെയ്യുന്നു. അതെല്ലാം ഒരു അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ മുഖ്യമന്ത്രിക്ക് ഈ അതിജീവിത പരാതി കൊടുക്കാൻ കാരണമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരു MLA ആണ്. ഒരു MLA ആണ്, രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ആളാണ്, നേരത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ഭീഷണി ഉണ്ടായി, കൊല്ലുമെന്ന ഭീഷണി ഉണ്ടായി, വലിയ അവരുടെ സൈബർ കൂട്ടങ്ങൾ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ നിലയിൽ മാനസികമായ സംഘർഷത്തിലാണ് ആ പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ ദുരനുഭവങ്ങൾ ഒരു പരാതിയായിട്ട് പറയുന്നത് എന്താണ് ഇത്ര തെറ്റ്? അത് തെറ്റാണോ? അത് തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. ഇതെല്ലാം നേരത്തെയും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വാദങ്ങളൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. പിന്നെ ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ പറയുന്നതിനൊന്നും മറുപടി പറഞ്ഞ് നമ്മൾ സമയം കളയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ നാളെ ഗോവിന്ദസ്വാമിയെ ന്യായീകരിച്ചാലും നമ്മൾ അത്ഭുതപ്പെടുന്നില്ല. രാഹുൽ ഈശ്വറിന്റെ പണി അതാണ്. കേരളീയ സമൂഹത്തിൽ രാഹുൽ ഈശ്വറിന്റെ സംഭാവന, അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ പെർവെട്ടുകളെയും സ്ത്രീപീഡകന്മാരെയും എല്ലാം പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന തലത്തിൽ വ്യാഖ്യാനിച്ച് അതിനൊരു സൈദ്ധാന്തിക നിറം നൽകിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുക. അത് ആ പണി അയാൾ എടുക്കട്ടെ. അതിനൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു തരത്തിലുള്ള വിലയും കൊടുക്കുന്ന നിലയുണ്ടാവില്ല. അതുകൊണ്ട് രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിനൊന്നും മറുപടി പറഞ്ഞിട്ട് വെറുതെ സമയം കളയുന്നില്ല. ഏതായാലും ഇന്ന് കേരളത്തിൽ വളരെ ഗൗരവമായി സമാനതകളില്ലാത്ത ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത കേരളത്തിലെ അനുഭവമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു, നിരവധി ആരോപണങ്ങളും വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള ബ്രേക്കപ്പുകളും അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതും ഇതെല്ലാം ഒന്നല്ലേ, അന്ന് നിങ്ങൾ അങ്ങനെ എടുത്തു, ഇന്ന് ഇങ്ങനെ എടുത്തു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സമാനതകളില്ലാത്ത അനുഭവമാണ്. ഇത് ഒരു പെൺകുട്ടിയല്ല, 2 പെൺകുട്ടിയല്ല, 3 പെൺകുട്ടിയല്ല, നിരവധി പെൺകുട്ടികൾ ഇതിൻ്റെ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി ധൈര്യപൂർവ്വം ഇന്നലെ പരാതി കൊടുത്തു. ഇനിയും നിരവധി പെൺകുട്ടികൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങളുടെ ചാനൽ തന്നെ പുറത്തുവിട്ട ഓഡിയോയിലെ പെൺകുട്ടി ഇനി വരാനുണ്ട്, മറ്റു ചില പെൺകുട്ടികൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് ഇത് ഒരു സാധാരണ സംഭവമായി ചിത്രീകരിച്ച് മറ്റ് പാർട്ടികളൊക്കെ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന നിലയിൽ വ്യാഖ്യാനിച്ച് അതിനെ ചെറുതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.